ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡി വിത്ത് ഫാമിലി. നമ്മളിന്ന് നേരെ പോകുന്നത് നമ്മുടെ വിളയിലേക്കാണ് കേട്ടോ. അവിടെ നമുക്ക് ശകല മധുരക്കീര വളർന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതെടുക്കാമെന്നുള്ള ഇതായിട്ടാണ് പോകുന്നത് കേട്ടോ. പോണ വഴിയിൽ തന്നെ വിറകൊക്കെ കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ വിറകൊക്കെ എടുത്തിട്ട് നേരെ കീര പറിക്കാൻ കയറി കേട്ടോ. അമ്മ നേരെ കീര പറിക്കുകയാണ്. എനിക്കിതിലിങ്ങനെ മുത്ത് പോലെ നല്ല ഇതായിട്ട് കിടക്കും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞിലേ തൊട്ടേ നമ്മൾ ഇതൊക്കെ അരിഞ്ഞാണ് പണ്ട് കളിക്കുന്നതായിട്ട്. നേരെ കീര പറിച്ചിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലോട്ട് പോകാം. അവിടെ ഒരാളവിടെ സംഗീതം മുഴക്കുന്നത്, അതായത് മോയതാ കരയുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് പോവുകയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് ദേഷ്യം കാണിച്ചിട്ടൊക്കെയാണ് എൻ്റെ കൈയോടെ തന്നെ കഞ്ഞിക്ക് വിട്ടിട്ട് നേരെ അമ്മ കീര നുള്ളിപ്പറക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. കീര ഇത് ഇളക്കിയെടുക്കാൻ ഭയങ്കര ഇതാണ്. ചേച്ചി നേരെ തന്നെ ഈ മുത്തുകളെടുത്ത് മാല കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കേട്ടോ. പിന്നെ നേരെ തന്നെ വന്ന് അത് നോക്കിയപ്പോൾ നമുക്കിവിടെ ആക്രി എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നു. പിന്നെ ആക്രിക്കാരന് കുറച്ച് ആക്രി സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ മാലയുടെ ഭംഗി കൂടി വരികയാണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് നേരെ വന്ന് മീൻ വാങ്ങിക്കാൻ വേണ്ടി വന്നു. മീനൊക്കെ വാങ്ങിച്ചപ്പോൾ ആ മാമൻ നമുക്കൊരു അയല ഫ്രീ തന്നു കേട്ടോ. നമ്മുടെ ശങ്കുടിന് വേണ്ടിയിട്ട് ഒരു അയല ഫ്രീ തന്നു. ഇതാണ് കേട്ടോ മാല നല്ല അടിപൊളിയായിട്ട് വന്നു. എന്നിട്ട് കീര നേരെ തന്നെ കൈയോടെ തോരന് വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങ് എടുത്തു കേട്ടോ. അമ്മ കൈയോടെ മീൻ അറുത്ത് കഴുകാനും അങ്ങ് എടുത്തു. ഇന്ന് കൊണ്ടൻകോഴിയല്ല തന്നെ നമുക്ക് കിട്ടിയത്. കണ്ണൻകോഴിയല്ല ഇവിടെ എല്ലാവർക്കും ഫേവറേറ്റ് ആണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും അതിൻ്റെ തല കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. നേരെ തന്നെ കീരയും റെഡിയാക്കി മീനും റെഡിയായി നേരെ അമ്മ മീൻ വറക്കാൻ വേണ്ടി എടുത്തിട്ട്. ഇത് നല്ല കൂട്ടാണ്. ഇങ്ങനെയായിട്ട് വറുത്ത് വയ്ക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉള്ളി വന്നിട്ട് കരിയപ്പല ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ വശക്കി വെക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നേരെ അമ്മ അരയ്ക്കാൻ വേണ്ടി എടുത്തായിരുന്നു. അരച്ച് കറി വയ്ക്കുമ്പോഴത്തേക്കും ആർക്കൊക്കെയാണ് ഫേവറേറ്റ് എന്ന് പറയണം കേട്ടോ. ഈ മീൻ നമ്മുടെ നാട്ടിലെ കണ്ണൻകോഴിയാളെന്ന് പറയുന്നത്. അങ്ങോട്ടൊക്കെ ഏത് പേരാണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ പേരും. അങ്ങനെ അരച്ച് കലക്കി നേരെ അടുപ്പിലോട്ട് വെച്ച് കേട്ടോ. നമ്മളിവിടെ ഗ്യാസിൽ മീൻ അങ്ങനെ മൺചട്ടിയിൽ തന്നെ വയ്ക്കുകയുള്ളൂ. അതങ്ങനെ ഗ്യാസിലും അങ്ങനെ അധികം വയ്ക്കാറില്ല. നേരെ അടുപ്പിലോട്ടാണ് വയ്ക്കുക. അടുപ്പിൽ വെച്ച് നമ്മൾ മീൻ കഴിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് ഒരിക്കൽ കഴിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് തന്നെ വയ്ക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ ഒരിത്. നേരെ കീര തോരനും വെച്ചു. അത് കഴിഞ്ഞ് നേരെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ മീൻ നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഗ്യാസ് പോലെ ഒന്നും അടുപ്പിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടക്കും കേട്ടോ. ഗ്യാസിലാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പയ്യെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ അടുപ്പിലാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. അത് കഴിഞ്ഞ് നേരെ തന്നെ ചോറുണ്ടാനായിട്ട് റെഡിയായിരുന്നു. ചോറൊക്കെ വെച്ച് നമ്മളങ്ങനെ അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വീണ്ടും വരാം. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ, സി യു. എല്ലാവരും ഒന്ന് ചാനലൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്കപ്പോൾ നല്ല രുചിയായിട്ട് ആഹാരം കഴിക്കാം. നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ച് തോരനും ഇതെല്ലാം വച്ചിങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലത്തെ നാടൻ വിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. താങ്ക് യു. ടാറ്റാ ബൈ ബൈ, സി യു.